ഇനി തൃശൂർ കോർപ്പറേഷനിലും മേയർ സ്ഥാനത്തെ ചൊല്ലി ചരടുവലികൾ ശക്തമാവുകയാണ്. ഡോക്ടർ നിജി ജസ്റ്റിനാണ് മേയർ സ്ഥാനത്തേക്ക് മുൻതൂക്കമുള്ളത്. ലാലി ജെയിംസ്, സുബി ബാബു എന്നിവരും പരിഗണനയിലുണ്ട്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, തൃശൂരിൽ അധികാരത്തിനായിട്ടുള്ള വടംവലി നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? ആരൊക്കെ ഇവരെയൊക്കെ അനുകൂലിക്കുന്നുണ്ട്? ഗ്രൂപ്പുകളുടെയൊക്കെ സ്വാധീനവും പിന്നാമ്പുറത്ത് ഗ്രൂപ്പുകളുടെയൊക്കെ പ്രവർത്തനമൊക്കെ സജീവമാണോ ഈ ചരടുവലിക്ക് പിന്നിൽ? അതായത് കഴിഞ്ഞ ദിവസം പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ. ആ ഒരു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മേയറെ ന് വേണ്ടി DCCയെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ആ യോഗം പിരിഞ്ഞത്. അതിന് മുൻപായി തന്നെ ഈ പ്രധാനമായും ഉയർന്നു വന്ന പേരുകൾ എന്ന് പറയുന്നത് ഈ 3 പേരുടെ തന്നെയായിരുന്നു. ആദ്യം ലാലി ജെയിംസിന്റെ പേരാണ് പ്രഥമ പരിഗണനയിൽ കണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ സുബി ബാബുവിന്റെ പേരും ഡെപ്യൂട്ടി മേയറാണ്. ലാലി ജെയിംസ് 4 തവണ നഗരസഭാ കൗൺസിലറായി പ്രവർത്തിച്ചു വരികയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നിജി ജസ്റ്റിന്റെ പേര് കൂടി പ്രഥമ പരിഗണനയിലേക്ക് വരുന്നത്. അതായത് കൂടുതൽ സംഘടനാ രംഗത്ത് നടത്തിയ ഒരുപാട് ചുമതലകൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ നിജി ജസ്റ്റിന്റെ പേരും ഉയർന്നു കേൾക്കുന്നു. അതിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത് നിജി ജസ്റ്റിൻ മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ DCC വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുമായി കൂടുതൽ അടുത്തു നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിജിക്ക് പ്രഥമ പരിഗണന നൽകുക. അതേസമയം തന്നെ മറ്റാരെയും തന്നെ മുഷിപ്പിക്കേണ്ട കാര്യമില്ല. ടേം വ്യവസ്ഥയിൽ ഈ മേയർ സ്ഥാനം പങ്കിടാൻ തന്നെയാണ് ഉള്ള ആളുകളെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടേം വ്യവസ്ഥയിൽ മേയർ സ്ഥാനം പങ്കിടാൻ തന്നെയാണ് ഇപ്പോൾ ഒരു ധാരണയായിരിക്കുന്നത്.